സന്ധ്യയ്ക്ക് കുന്തി ദേവി കിണ്ടി കഴിവാൻ കുണ്ടിയിലിറങ്ങിയപ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഒന്ന് സ്പീഡിൽ പറയോ, ഒറ്റ വണ്ണം പറഞ്ഞാൽ മതി. സന്ധ്യക്ക് കുന്തി ദേവി കിണ്ടി എടുക്കാൻ കുണ്ടിയിൽ പോയപ്പോ കുണ്ടിയിൽ എന്താ എനിക്കറിയത്തില്ല. സന്ധ്യക്ക് കുന്തി ദേവി കുണ്ടി കഴുകാൻ കണ്ടി എടുത്ത് കിണ്ടി വീണെന്നോ ഓടി കളിക്കാനൊക്കെ പട്ടികളുടെ കൂടെ ഒക്കെ നല്ല രസമാണ്. ഇപ്പം ഉണ്ട് വീട് പട്ടികളുടെ കൂടെ. എന്റെ പട്ടികളുടെ കൂടെ ഞാൻ കുറെ കളിക്കും. നമ്മുടെ ഡ്രസ്സ് കണ്ടിട്ട് അല്ലെ നമ്മുടെ വസ്ത്രധാരണം കണ്ട് ഇനി വരുന്ന തലമുറകളും ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ അങ്ങനെ ആയിത്തീരും, അങ്ങനെ മാറും എന്ന് പറയുന്നത് എന്താ പറയുക? അതൊരു കൊള്ളത്തില്ലാത്ത ചിന്താഗതി. അതെൻ്റെ അമ്മൂമ്മമാർ ഫ്രണ്ടും അഗ്രി ചെയ്യത്തില്ല. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് അമ്മൂമ്മമാർ അവർ ഇങ്ങനെ ഈ ഒരു ബാഡി ഇട്ടിട്ട് ഒരു ഈ തോർത്തിട്ടിട്ട് ഇത്ര ചെറിയൊരു മുണ്ടെടുത്തിരിക്കും. അത് ഞാൻ ഓർക്കും അതൊരു സെക്സി ഔട്ട്ഫിറ്റ് അല്ലേ. യുവരാജ് സിംഗ് ജിസേലുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് ജിസേൽ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് ഒരു ന്യൂസ് വന്നിരുന്നു. അതിനെക്കുറിച്ച് ജിസേലിന് എന്താ പറയാനുള്ളത്? അല്ല, അത് ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, വെരി ഗുഡ് ഫ്രണ്ട്സ്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കുറേ ക്രിക്കറ്റേഴ്സ് ഉണ്ടായിരുന്നു, മോഡൽസ് ഉണ്ടായിരുന്നു. വി യൂസ് ടു ഓൾ ചിൽ ബിക്കോസ് ഐ യൂസ് ടു ലിവ് ഇൻ ബാൻഡ്ര. അങ്ങനെ ഒരു അതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഇനി ആൾക്കാർ പറയുന്നു അങ്ങ് എന്തൊക്കെയോ അല്ലേ. ഞങ്ങൾക്ക് വി വർ വെരി ഗുഡ് ഫ്രണ്ട്സ്, ലൈക്ക് വെരി ഗുഡ് ഫ്രണ്ട്സ്. അങ്ങനെയായിരുന്നു. തിങ്കൾ കിനാവോ. ഹായ്, നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് എൻ്റെ കൂടെ ഒരു വിശിഷ്ട അതിഥിയാണ് ഉള്ളത്. ആരാണെന്നായിരിക്കും അല്ലേ നിങ്ങൾക്ക് വിചാരിക്കുന്നത്? രൂപസാദൃശ്യം കൊണ്ട് യാതൊരു മലയാളി തനിമയും ഇല്ലാത്ത, എന്നാൽ സംസാര ശൈലി കൊണ്ട് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ഒരു സുന്ദരി കുട്ടിയാണ് ഇന്ന് നമ്മളുടെ ഗസ്റ്റ്. മറ്റാരുമല്ല, ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥി കൂടിയായ ജിസേലാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ജിസേൽ. നമസ്കാരം. എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നിന്നും എത്തിയതിനു ശേഷമുള്ള ജിസേലിന്റെ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞാൻ റിലാക്സ് ചെയ്യുവാണ്. സെൽഫ് കെയർ, സ്കിൻ കെയർ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. സലോണിൽ പോയി ഒന്ന് ഡീറ്റോക്സ് ആയി, അതൊക്കെയാണ്. ഇപ്പം അത് ഇതുവരെ അതിന് ശരിയായില്ല എന്ന് വെച്ചാൽ കുറേ വെയിറ്റ് ലോസ് ആയി, സ്കിന്നൊക്കെ അഴുക്കായി, അതെല്ലാം ഒന്ന് ഗ്രൂമിങ് ചെയ്യുവാണ്. ഓക്കെ, ജിസേലിന് എന്താ മലയാളികളോട് പറയാനുള്ളത്? മലയാളിയോട്, എല്ലാ മലയാളി പ്രേക്ഷകരോട് എനിക്ക് പറയണം, നന്ദി. എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്ത് ഇത്ര സ്നേഹം കൊടുത്ത് ഞാൻ അത് വിചാരിച്ചിട്ട് പോലെ ഇല്ലായിരുന്നു ഇത്ര സ്നേഹം കിട്ടും. പിന്നെ എനിക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ലൈക്ക് വെൻ ഐ കെയിം ഔട്ട് ഞാൻ ഓവർവെൽമായി സ്നേഹം കൊണ്ട്. ജിസേലിന് കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ നിൽക്കണോ അതോ നോർത്തിൽ തന്നെ തിരിച്ചു പോകണോ? കേരളം എത്രമാത്രം ഇഷ്ടപ്പെട്ടു ഒന്ന് പറയാമോ? ഞാൻ നോർത്തിലല്ല താമസിക്കുന്നത്, ഞാൻ ബോംബെ ആണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ കേരളത്തിൽ എല്ലാ 2 മാസത്തിൽ വരും. 4 വർഷമായിട്ട് ഞാൻ ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അല്ലെങ്കിലും എവറി 2 മന്ത്സ് കേരളത്തിലാണ്. കുറേ ആൾക്കാർ ചോദിക്കുന്നു കേരളം ഇഷ്ടമാണ്. അയ്യോ, ഞാൻ എല്ലാ വർഷം വരണം. വർഷം മാത്രമല്ല, എല്ലാ മാസം ഇപ്പം വരും. ഞാൻ സിൻസ് ലാസ്റ്റ് 4 years എല്ലാ 2nd month ഞാനിങ്ങനെ വരാറുണ്ട്. പിന്നെ വല്യമ്മക്കും മേലാതിരിക്കുന്ന വയസ്സായിരുന്നു. 4-5 വർഷമായിട്ട് ഞങ്ങൾ എല്ലാ മാസം ഇവിടെ ബോംബെ കൊച്ചിൻ അങ്ങനെ വന്നിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ ബിസിനസ് ഇവിടെയാണോ, കേരളത്തിലാണോ? കേരളത്തിലുമുണ്ട്, ബോംബെയിലുമുണ്ട്. അപ്പോൾ കേരളത്തിലും തുടങ്ങിയിട്ടുണ്ട്. അത് ശരി. അമ്മ സുഖമായിട്ടിരിക്കുന്നു? അമ്മ എൻ്റെ വല്യമ്മച്ചി പോയി കഴിഞ്ഞ് ഇച്ചിരി ഡൗൺ ആണ്, അതെനിക്ക് പറയാം. എന്ന് വെച്ചാൽ അമ്മയുടെ ഒരു ലൈക്ക് കുറേ സ്നേഹമുള്ള സഹോദരിയായിരുന്നു. അമ്മയുടെ പോലെ സഹോദരിയായിരുന്നു. മമ്മിയുടെ പോലെ ആയിരുന്നു അവര്. അമ്മാമ്മ പോലെ ആയിരുന്നു. അപ്പോൾ അവർ പോയി കഴിഞ്ഞ് മമ്മി ഇച്ചിരി ഡൗൺ ആണ്. പക്ഷെ മമ്മി സ്ട്രോങ് ആണ്. അവരും കുറേ ബെഡ് റെസ്റ്റിലായിരുന്നു. 1 വർഷം കൊണ്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവർക്ക് പാർക്കിൻസൺസ് ഉണ്ടായിരുന്നു, പിന്നെ ബെഡ് സോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാ ഒരു പെയിനിൽ നിന്ന് അവർക്കൊരു അത് കിട്ടി. അതോർത്താ ഒന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഓർത്താൽ ഇച്ചിരി അങ്ങനെ ഫീലാവും.
ടെൻഷനുള്ള സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അമ്മ അല്ലേ ഇപ്പോൾ? അപ്പൊ മമ്മി അങ്ങനെ ഓർത്താ ഒന്ന് ഓർക്കണം എന്ന് വെച്ചാൽ ആ പെയിൻ കൊണ്ട് അവർക്ക് ഒരു മുക്തി കിട്ടി. അങ്ങനെ ഓർത്താ പക്ഷെ മമ്മി ഇപ്പം ശരിയാവും. മമ്മി സ്ട്രോങ് ആണ് ഉണ്ടാകും. ഓക്കെ. ജിസേൽ സ്ട്രോങ് ആണോ? ഞാനും സ്ട്രോങ് ആണ്. ഐ എം വെരി സ്ട്രോങ്. ഞാൻ അത്ര പേഷ്യൻസും സ്ട്രോങ് ആണ് ഞാൻ. ജിസേൽ സ്ട്രോങ് അല്ലേ? ഞാൻ നല്ല സ്ട്രോങ് ആണ്. സ്ട്രോങ്ങുമാണ്, പിന്നെ പേഷ്യൻസും കുറേ ഉണ്ട് എൻ്റെ. ഓക്കെ. ജിസേല് ബോംബെ അല്ലേ? ബോംബെയിലാണ് ജീവിക്കുന്നത്. ഇത്രയും ഭംഗിയായിട്ട് മലയാളം എങ്ങനെയാ അമ്മ പഠിപ്പിച്ചാണോ സംസാരിക്കാൻ? ഇങ്ങനെ കളിയാക്കുവാണ്. അല്ല, ഒരിക്കലും അല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിസേലിന്റെ സംസാരം. അതുപോലെ മലയാളികൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ജിസേലിന്റെ സംസാരം. സത്യം പറഞ്ഞാൽ ഇച്ചിരി കൂടി നന്നായിരുന്നെങ്കിൽ നല്ലതാണ്. കുറേ വാക്കുകൾ പറയുമ്പോൾ എൻ്റെ അമ്മ വഴക്ക് പറയാറുണ്ട്, നീ എന്തിനാ ലാംഗ്വേജിന് അഴക്കാകണ്. പക്ഷേ അങ്ങനെ അറിയാം, ബിക്കോസ് സമ്മർ ഹോളിഡേയ്സിലൊക്കെ വരുമായിരുന്നു കൊച്ചിലെ. പിന്നെ അമ്മ ഈ ബാലരമ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അപ്പം ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു വായിക്കാൻ. അങ്ങനെ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സംസാരിക്കാൻ ട്രൈ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ അറിയത്തുള്ളൂ. ഇപ്പം ബിഗ് ബോസിൽ പോയിട്ട് കുറേയൊക്കെ പഠിച്ചു. നല്ലതായി. ജിസേലിന് മലയാളി ഫ്രണ്ട്സ് ഉണ്ടോ? കേരളത്തിലും മലയാളി ഫ്രണ്ട്സ് ഉണ്ടോ? ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അമ്മൂമ്മമാരാണ്. എൻ്റെ അമ്മൂമ്മയുടെ ഫാമിലിയിലുള്ള ആൾക്കാർ. ഫാമിലിയിൽ പറയാൻ പറ്റത്തില്ല. എൻ്റെ അമ്മൂമ്മയുടെ സഹോദരി, വല്യമ്മയുടെ സഹോദരികൾ എനിക്ക് ഈ നല്ല ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ഓൾഡ് പീപ്പിൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. അവരൊക്കെയാണ് എൻ്റെ കൂട്ടുകാലത്ത് കേരളത്തിൽ. എൻ്റെ ഏജ് ഗ്രൂപ്പിൻ്റെ ആൾക്കാർ അത്ര ഇല്ലായിരുന്നു. അതുകൊണ്ടും ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ ആദ്യമായിട്ട് ഐ മെറ്റ് പീപ്പിൾ ഹു ആർ മൈ ഏജ്. അപ്പോൾ നല്ലൊരു ബോണ്ടിങ് ആയതാണ്. അല്ലെങ്കിൽ ഞാൻ വല്യമ്മച്ചിമാരുടെ കൂടെ ഇരിക്കും, അവർ മുറുക്കുമ്പോൾ ഞാൻ നോക്കും. ചില അമ്മച്ചിമാർ ഈ പാ ഉണ്ടാക്കുമ്പോൾ അത് പഠിക്കും ഞാൻ. ഇങ്ങനെയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാനിങ്ങനെ കേരളത്തിൽ വരുമ്പോൾ ഞാൻ അമ്മച്ചിമാരോടാണ് കൂട്ടുകൂടുന്നത്. സത്യത്തിൽ രൂപസാദൃശ്യം മാത്രമേ ഉള്ളൂ മലയാളിയായിട്ട് തോന്നിക്കാത്തത്. സത്യത്തിൽ ജിസേൽ ശരിക്കും ഒരു മലയാളി തന്നെ, മുറുക്കുന്ന കഥ വരെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ജിസേലിന് മലയാളി ഫ്രണ്ട്സൊക്കെ അമ്മൂമ്മമാരാണ്. ജിസേൽ ഇത്ര ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ, ബോഡിയൊക്കെ ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്ത് എപ്പോഴും കെയർ ചെയ്ത് ഇരിക്കുന്ന ഒരാളാണ്. ഈ നമ്മുടെ മലയാളി ലേഡീസിന് എപ്പോഴും ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സ്ലിം ആയിട്ടിരിക്കാനും പറ്റിയ ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാമോ? ഒരു ഏറ്റവും ഈസി ടിപ്പ് എനിക്ക് പറയാം. നമ്മളിങ്ങനെ ചിലപ്പോൾ ഓർക്കും ഈ ആഹാരം വിട്ടേക്കാം അപ്പം ഞാൻ സ്ലിം ആകും, അല്ലെങ്കിൽ ഇത് കഴിക്കാൻ നിർത്തേക്കാം പിന്നെ സ്ലിം ആകും. അങ്ങനെ ഒന്നും വേണ്ട. നമുക്കൊരു പോർഷൻ കൺട്രോൾ വേണം. നമ്മൾ ഇത്ര കഴിക്കുമെങ്കിൽ നമുക്ക് ഇത്ര കഴിച്ചാൽ മതി. ആ പോർഷൻ കൺട്രോൾ നമ്മൾ ഒരു മാസം ചെയ്താൽ നമുക്ക് കുറേ നമ്മളുടെ വെയിറ്റ് ലോസ് ആകാം. പിന്നെ നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരു സാധനമാണ് എപ്പോഴും എല്ലാ ദിവസവും തിന്നണം. ആ ഡിഷ് നിങ്ങൾ കഴിക്കാൻ ഒരു മാസം നിർത്തിയാൽ നിങ്ങളുടെ ബോഡിക്ക് ഒരു ഷോക്ക് വരും. ആ ഷോക്ക് കൊണ്ട് നിങ്ങൾക്ക് കുറേ വെയിറ്റ് ലോസ് ആകാം, ഡീറ്റോക്സ് ആകാം. സോ അതുകൊണ്ടാണ് പറയണത്, എൻ്റെ ബോഡിക്ക് സൂട്ട് ചെയ്യുന്ന ഡയറ്റ് നിങ്ങളുടെ ബോഡിയിൽ സൂട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഡയറ്റീഷ്യനും ഡയറ്റ് തരുമ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ എന്താണ് കഴിക്കുന്നത്, നിങ്ങൾ വെജ് ആണോ നോൺ വെജ് ആണോ, നിങ്ങൾക്ക് ലാക്ടോസ് ടോളറൻസ് ഉണ്ടോ അതോ ഇൻടോളറൻസ് ഉണ്ടോ, ഗ്ലൂട്ടൻ വേണോ, അങ്ങനെയാണ് ഒരു കസ്റ്റം മെയ്ഡ് അവർ കൊടുക്കണം. അപ്പോൾ ഐ വുഡ് സജസ്റ്റ് കൺസൾട്ട് എ ഡയറ്റീഷ്യൻ. അതർവൈസ് ഐ വുഡ് ജസ്റ്റ് സേ ഓയിൽ ലെസ് യൂസ് ചെയ്യും, പിന്നെ പഞ്ചസാര ലെസ് കഴിക്കും. ബിക്കോസ് പഞ്ചസാര ആണ് ഏറ്റവും കുഴപ്പമുണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ പറയുന്നത്. പിന്നെ ഇച്ചിരി വേണമെങ്കിൽ അരമണിക്കൂർ വാക്ക് ചെയ്യുക, അല്ലെങ്കിൽ വല്ല എക്സസൈസ് ചെയ്യും, ഫ്രീ ഹാൻഡ് എക്സസൈസ് ചെയ്യും. അത് ചെയ്യുമ്പോൾ, സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇച്ചിരി യോഗ ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കും. പിന്നെ നമ്മളുടെ മൈൻഡ് ബോഡി എല്ലാത്തിനും വേണ്ടി നല്ലതാണ് യോഗ. ഓക്കെ. ജിസേൽ ഹിന്ദി സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഹിന്ദി സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു 2 സിനിമ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഒബ്വിയസ്ലി മോഡലിംഗ് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ബാലാജി ടെലിഫിലിംസിൽ 3 മൂവി ഡീൽ കിട്ടിയായിരുന്നു. അപ്പോൾ 2 മൂവീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പേരൊന്ന് പറയാം നമ്മുടെ മലയാളികൾക്ക്. ക്യാ കൂലെ ഹം 3, മസ്തി സാദേ, 2 ഹിന്ദി സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹീറോയിനായിട്ടാ? ഹീറോയിനായിട്ട് 2 മൾട്ടിപ്പിൾ ഹീറോയിനുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓക്കെ. ഇപ്പോഴും സിനിമ ട്രൈ ചെയ്യുന്നുണ്ടോ? മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ തയ്യാറായിട്ട് നിൽക്കുവാണോ ജിസേൽ? ആക്ച്വലി ആ നേരത്തെ ഐ വാസ് വെരി യങ് ആൻഡ് ഞാൻ ഓർത്ത് ഇപ്പം നേരത്തെ എനിക്കത്ര പാഷൻ ഇല്ലായിരുന്നു സിനിമയ്ക്ക് വേണ്ടി. എനിക്ക് മോഡലിംഗ് അല്ലെങ്കിൽ അങ്ങനെ മാത്രം
ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ മലയാളം സിനിമ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിങ് സിനിമാസ് ഗ്ലോബലി, ബിക്കോസ് ദ കോണ്ടന്റ് മലയാളം സിനിമയുടെ ഏറ്റവും ബെസ്റ്റായിട്ടാണ് എല്ലാവരും പറയണത്. പിന്നെ മലയാളം സിനിമ ഈസ് വെരി റിയലിസ്റ്റിക് and the subjects are very beautiful, and I think of course if chance kitti I would love to do Malayalam cinema. It will be very proud moment if I do something like that. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം സിനിമ, ഷോർട്ട് ഫിലിം അങ്ങനെ എന്തെങ്കിലും ഒക്കെ അവസരങ്ങൾ വന്നിട്ടുണ്ടോ ജിസേലിന്? ഇപ്പം ബിഗ് ബോസിൽ നിന്ന് വന്നു കഴിഞ്ഞ് എനിക്ക് ഒരു വീക്കേ ആയുള്ളൂ. ഈ 1 week 5 days ഞാൻ ബോംബെ ആയിരുന്നു. ഇപ്പം 2 ദിവസമായിട്ട് ഞാൻ ഇവിടെയാണ്. ഇവൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറേ ഇനോഗ്രേഷൻസ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് മാത്രം. ഞാൻ അത്ര ലൈക്ക് I don't know many filmy people over here, but I'm sure I'll make some contacts and slowly अब ഒരു വീക്ക് ആയിട്ടുള്ളൂ. There's no hurry. മലയാള സിനിമ ഇഷ്ടമാണ്. അപ്പോൾ മലയാളം സിനിമ കൊച്ചിലെ കുറേ കാണുമായിരുന്നു. ലാലേട്ടൻ്റെ സിനിമാസ് എപ്പോഴും കാണുമായിരുന്നു. മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ജെസ്സിയിൽ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? എനിക്ക് മണിച്ചിത്രത്താഴ്. ലാലേട്ടനെ ഇഷ്ടമാണ്. ഡെഫിനറ്റ്ലി ലാലേട്ടനെ കാണാൻ പറ്റി, ഇത്രയും ദിവസങ്ങൾ ചെലവഴിക്കാൻ പറ്റി അല്ലേ? അതൊക്കെ ഭാഗ്യമായിട്ട് കാണുന്നില്ലേ? ഭാഗ്യമായിട്ട് ലാലേട്ടൻ നല്ലപോലെ ഈവൻ ബിഗ് ബോസ് ഹൗസ് ഒരു മനസ്സിലാക്കുന്ന രീതി അവരുടെ എത്ര നല്ലതായിരുന്നു. എപ്പോഴും ഇങ്ങനെ മോനെ മോലെ എന്ന് വിളിക്കും. ലൈക്ക് ഹീസ് വെരി സ്വീറ്റ് ആൻഡ് വെരി കൈൻഡ്. ഹിന്ദി ബിഗ് ബോസിലും പോയിട്ടുണ്ടായിരുന്നു അല്ലേ? മലയാളം ബിഗ് ബോസ് ആണോ ഹിന്ദി ബിഗ് ബോസ് ആണോ ജിസേലിന് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഹിന്ദി ബിഗ് ബോസ് തീരെ ഈസിയാണ്. ഞങ്ങൾക്ക് എല്ലാം കിട്ടി. ഞങ്ങൾക്ക് ആഹാരം ഉണ്ടായിരുന്നു, മേക്കപ്പ് എല്ലാം ഉണ്ടായിരുന്നു. 7 പണി കണ്ടാ എൻ്റെ അമ്മ എനിക്ക് ഒരു ട്രോമ ഉണ്ടായെന്ന് എനിക്ക് പറയാൻ പറ്റും. 7 പണി വാസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സീസൺ ഓഫ് മലയാളം ബിഗ് ബോസ്. ഡെഫിനറ്റ്ലി മലയാളം ബിഗ് ബോസ് ഇസ് ഡിഫിക്കൽട്ട്. ഡിഫിക്കൽട്ടാണ്, വെരി ഡിഫിക്കൽട്ട്. ജിസേലിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ജിസേൽ ഒന്ന് പറയാമോ? ജിസേലിൻ്റെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു? വല്യമ്മയുണ്ട്, അമ്മ, അവരുടെ തണലിൽ ഇങ്ങനെ വളർന്ന ഒരു പെൺകുട്ടിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന് പറയാമോ ഞങ്ങൾ മലയാളികൾക്ക് വേണ്ടിയിട്ട്? അപ്പോൾ എൻ്റെ ഗ്രോയിങ് അപ്പ് ഐ വാസ് മോസ്റ്റ്ലി ഇൻ നോർത്ത് ഇന്ത്യ എന്ന് വെച്ചാൽ പഞ്ചാബ്, രാജസ്ഥാൻ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നെങ്കിൽ അവിടെ എനിക്ക് ഇങ്ങനെ നീ മദ്രാസി പെണ്ണാണ്. അവർക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾ മലയാളിയാണോ തമിഴിലാണോ അല്ലെങ്കിൽ നിങ്ങൾ തെലുഗു ആണോ. അവർക്ക് അങ്ങനെ ഒന്നും മനസ്സിലാകത്തില്ല. അവർ ഓർക്കണം എല്ലാം സൗത്ത് ഇന്ത്യൻസ് മദ്രാസിയാണെന്ന്. അപ്പോൾ എനിക്ക് കുറേ ദേഷ്യം വരുമായിരുന്നു ഇങ്ങനെ പറയുമ്പോൾ. ഞാൻ co-curricular ആക്ടിവിറ്റീസ് ആകട്ടെ, അല്ലെങ്കിൽ ഞാൻ സ്മാർട്ട് കുഞ്ഞായിരുന്നു വെച്ചാൽ ഐ വാസ് വെരി സ്മാർട്ട് ഇൻ സ്പോർട്സ് ആകട്ടെ, അല്ലെങ്കിൽ പഠിത്തത്തിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ വേറെ വല്ല ആക്ടിവിറ്റീസ്, ഡ്രാമ, അതൊക്കെ കുറേ ഹൈപ്പർ ആക്റ്റീവ് കേട്ടായിരുന്നു. അപ്പോൾ കോൺവെൻറ്റിലും സിസ്റ്റർമാർ പറയുമായിരുന്നു നീ മലയാളിയാണ്, ഒന്ന് അപ്പം ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ എന്ന് വെച്ചാൽ പിന്നെ മമ്മി എൻ്റെ നല്ല സപ്പോർട്ട് വരുന്നു. മമ്മി പറയും വേണ്ട ഇവിടെ അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ മകളെ. അപ്പോൾ ഞാനിങ്ങനെ ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു മലയാളിയാണെങ്കിൽ ഇങ്ങനെ മിണ്ടാതെ എന്തിനായിരിക്കണം. ബിക്കോസ് എൻ്റെ കൂട്ടിലുള്ള എല്ലാം മലയാളി പെണ്ണുങ്ങളാണെങ്കിൽ ക്വയറ്റ്ലി ഇരിക്കുമായിരുന്നു. ഞാനാണെങ്കിൽ ബഹളം ഉണ്ടാകും. ഞാൻ വാസ് വെരി ഹൈപ്പർ ആക്റ്റീവ്. അത് പിന്നെ കേരളത്തിൽ വരുമ്പോൾ എല്ലാവരും പറയും ഇവള് ഹിന്ദിക്കാരിയാണ്. അപ്പോൾ അതും എനിക്ക് ദേഷ്യം വരുമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഞാൻ മദ്രാസിയായി, ഇവിടെ വരുമ്പോൾ ഞാൻ ഹിന്ദിക്കാരിയായി. അപ്പോൾ ദർ വാസ് ഓൾവേസ് എ ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് എന്തായി ഞാൻ എന്താ രണ്ടുമാണ്. അപ്പോൾ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ മിക്സ് കിഡ്സ് ക്യാൻ റിലേറ്റ് ടു മീ. അതൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാവും. ബിക്കോസ് ഇവിടെ വരുമ്പോൾ ഹിന്ദിക്കാരിയാണ്, അതൊക്കെ മലയാളി അല്ല, ഇതല്ല. അപ്പോൾ അതും കാണുമായിരുന്നു. സോ ഐ ഹാവ് ഫേസ് ദിസ് കൈൻഡ് ഓഫ് റേസിസം വൈൽ ഗ്രോയിങ് അപ്പ്. ദാറ്റ് ഈസ് വൈ ഞാൻ 2 കൾച്ചറും നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ അകത്ത് 2 കൾച്ചറുമുണ്ട്. പിന്നെ 2 ഫെസ്റ്റിവൽസും ആകട്ടെ, പഞ്ചാബി കൾച്ചറിൻ്റെ ഫെസ്റ്റിവൽ ആകട്ടെ, നമ്മുടെ മലയാളി കൾച്ചറിൻ്റെ ഫെസ്റ്റിവൽ ആകട്ടെ, ഞാൻ നന്നായിട്ട് അതെല്ലാം ഓണമാകട്ടെ, വിഷു ആകട്ടെ, എല്ലാം ഞാൻ നന്നായിട്ട് ഞങ്ങൾ ഫെസ്റ്റിവലൊക്കെ ആഘോഷിക്കും. അപ്പോൾ അതൊക്കെ എപ്പോഴും ചെയ്യും. ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ എം സെലിബ്രേറ്റിംഗ് ഓൾ ദ ഫെസ്റ്റിവൽസ്. സാരിയൊക്കെ വെയർ ചെയ്യാൻ അറിയോ? സെറ്റ് സാരിയൊക്കെ നമ്മുടെ കേരള സ്റ്റൈൽ വെയർ ചെയ്യാൻ മാത്രമായിട്ട് അറിയത്തില്ല, ഹെൽപ്പ് വേണം മമ്മിയുടെ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നല്ല മുല്ലപ്പൂക്കെ വെച്ച്. എനിക്ക് നല്ല ഇഷ്ടമാണ് സാരി, അല്ലെങ്കിൽ ഈ ഹാഫ് സ്കേർട്ട് ഒക്കെ ചന്ദനം തൊട്ടിട്ട് എനിക്ക് നല്ല ഭംഗി ഇഷ്ടമാണ്. അതൊന്നും
അപ്പം ബാക്കി ചെറുപ്പകാലത്തെ കുറിച്ച് ബാക്കി. പിന്നെ അങ്ങനെ ആയിരുന്നപ്പോൾ ഗ്രോയിങ് അപ്പ് ഞാനാണെങ്കിൽ ഐ വാസ് എ ലിറ്റിൽ ബിറ്റ് ഐ വുഡ് സേ ഞാൻ മോഡലിങ്ങും തുടങ്ങിയ ഐ വാസ് ഇൻ 9th സ്റ്റാൻഡേർഡ് മോഡലിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതും ഒരു വലിയ ഡിസിഷനായിരുന്നു. 14 year old. പക്ഷെ ഞാൻ ഈ ഷോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ 16 ആയിരുന്നപ്പോൾ ഞാൻ യൂറോപ്പിൽ പോയി ഫോർഡ് ഇൻ്റർനാഷണൽ മോഡൽ ഓഫ് ദി ഇയർ, സൂപ്പർ മോഡൽ ഓഫ് ദി ഇയർ ആ കോൺടെസ്റ്റ് വിൻ ചെയ്ത്. അപ്പോൾ സ്കൂളും ഹാൻഡിൽ ചെയ്യുമായിരുന്നു, അതും ഹാൻഡിൽ ചെയ്യുമായിരുന്നു. പിന്നെ യൂറോപ്പിൽ കുറേ വർഷം താമസിച്ച് മോഡലിംഗ് നല്ലതായിട്ട് പഠിച്ച് സോ ഐ വാസ് വെരി പ്രൗഡ്. പിന്നെ എൻ്റെ മമ്മിയും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ ഓർക്കത്തില്ലായിരുന്നു ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ബ്രദർ സിസ്റ്റർ. ഐ ലോസ്റ്റ് മൈ ഡാഡ് വെരി യങ്. സോ ഐ വാസ് വെരി സ്ട്രോങ്. സോ മമ്മി പറയുന്നത് ഗോ ആൻഡ് ഡു വാട്ട് യു ലൈക്ക്. സോ ഐ വാസ് എ വെരി സ്ട്രോങ് കിഡ് കൊച്ചിലോട്ട്. ദാറ്റ്സ് വൈ ഐ ഹാവ് ഓൾവേസ് ബീൻ മെച്യൂർ ദാൻ മൈ ഏജ്. അങ്ങനെയാണ്. ഇപ്പോൾ സഹോദരങ്ങളില്ലാന്ന് പറഞ്ഞല്ലോ, ഒരു മോളാണെന്ന്. അപ്പോൾ സഹോദരങ്ങളില്ലാത്തതിൻ്റെ എന്തെങ്കിലും ദുഃഖം വന്നിട്ടുണ്ടോ, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും ഒറ്റ മോളാണ്. എനിക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ എനിക്കൊരു സഹോദരനോ സഹോദരിയോ ഉണ്ടായിരുന്നു. ജിസേൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? കൊച്ചിലെ എൻ്റെ ഡ്രീമായിരുന്നു. ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. ഉറങ്ങി മാത്രമല്ല ഡ്രീം എടുക്കും. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു എൻ്റെ 5-6 സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ ഇഷ്ടമായിരുന്നു. ആർക്കും ഇങ്ങനെ ബ്രദർ സിസ്റ്റർ ഉണ്ടപ്പോൾ ഞാനിങ്ങനെ കൊതി കൊണ്ട് നോക്കുമായിരുന്നു. അയ്യോ എനിക്കും വേണം, എനിക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പം വലുതായിട്ട് ഓർക്കുമ്പോൾ ഒരു സിസ്റ്റർ വേണം, ഒരു ബ്രദർ. ബിക്കോസ് അമ്മ ആകട്ടെ വല്യമ്മ ആകട്ടെ അവർ ഓൾഡ് ആകുമ്പോൾ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടും. പിന്നെ എനിക്ക് ബിഗ് ബോസിന് പോകണം, 3 മാസം ആരോട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ആദി കയറും എന്ന് വെച്ചാൽ ആരിവരെ നോക്കും. ചില കാര്യങ്ങൾ ലൈക്ക് ഓൺലൈൻ തിങ്സ് ഒക്കെ അവർക്ക് നല്ലപോലെ അറിയത്തില്ല. നമ്മളാണെങ്കിൽ ഹെൽപ്പ് ചെയ്യും, ഇനി ആര് ഹെൽപ്പ് ചെയ്യും, നമ്മൾ പോലെ വേറെ വല്ലവരുടെ ഹെൽപ്പ് ചെയ്യത്തില്ലല്ലോ. സോ അങ്ങനെയൊക്കെ കുറേ ടെൻഷൻസ് ഉണ്ട്. പക്ഷെ ഞാനിപ്പം ഒരു ടേംസിൽ വന്നിട്ടുണ്ട്, നമ്മളുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് നിങ്ങളുടെ കയ്യിലല്ല. ഞാൻ കൊച്ചിലെ മമ്മിയോട് പറയുമായിരുന്നു, മമ്മി എനിക്ക് സിസ്റ്റർ ബ്രദർ. മമ്മി പറഞ്ഞ് ഡാഡി മരിച്ചു പോയി ഞാൻ എങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ എനിക്കപ്പോൾ മനസ്സിലാകത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ വല്യമ്മച്ചിക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാത്രം ഒരു കുഞ്ഞു 2 അമ്മമാർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. ഭയങ്കര വാത്സല്യത്തോടെ വളർന്നു. അതാണ്. ഇപ്പോൾ ജിസേലിൻ്റെ അമ്മ ഭയങ്കര ഭയമാണെന്ന്, പേടിയാണെന്ന് പറഞ്ഞു. ജിസേൽ ആദ്യമായിട്ട് അമ്മയോട് ഒരിക്കലും നോ പറയില്ല എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ജിസേൽ ആദ്യമായിട്ട് അമ്മയോട് നോ പറഞ്ഞൊരു കാര്യം പറയാമോ? പറ്റില്ല അല്ലെങ്കിൽ നോ അങ്ങനെ പറയില്ല നമ്മൾ, അതെന്തായിരിക്കും? എൻ്റെ അമ്മ എൻ്റെ മകളുടെ പോലെയാണ്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പിന്നെ ശരിയാവും. അമ്മ എനിക്കറിയാം അമ്മയുടെ മനസ്സിൽ എന്താണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ചിലപ്പം പറയും ഓക്കെ നോ, പിന്നെ ഞാൻ യെസ് പറയും. ബിക്കോസ് എൻ്റെ അമ്മ കുഞ്ഞിൻ്റെ പോലെയാണ്, ഇച്ചിരി വാശിയൊക്കെ ഉണ്ട്, വേണ്ട ഇങ്ങനെ, അല്ലെങ്കിൽ സ്റ്റബേണാണ്. മമ്മിക്ക് വേണ്ട സാധനം ഇങ്ങനെ മമ്മി ഓർക്കണ പോലെ ആകണം. ഞാനാണെങ്കിൽ ഇച്ചിരി ഈസി ഗോയിങ് ആണ്. അപ്പോൾ ഞാൻ പറയും ശരി, ഞാൻ മമ്മിയുടെ കേൾക്കും, ഞാൻ ഈസി ഗോയിങ് ആണ്. അങ്ങനെ ജിസേൽ, ഇപ്പോൾ നമ്മുടെ നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത് മോഡേൺ ഡ്രസ്സാണ്. കേരളത്തിലെ ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജിസേലിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ജിസേലിൻ്റെ ഡ്രസ്സ് ധാരണം അല്ലെങ്കിൽ മറ്റ് പെൺകുട്ടികൾ ഇപ്പോൾ മോഡേൺ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അതൊരു മോശമായ കണ്ണിൽ കൂടെ മലയാളികൾ കാണുന്നു എന്ന് ജിസേലിന് തോന്നിയിട്ടുണ്ടോ? ജിസേലിന് എന്താണ് അവരോട് പറയാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം അങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നതുകൊണ്ട്? സോ ഞാൻ കൊച്ചിലെ ഈവൻ ഗ്രോയിങ് അപ്പ് ഇൻ പഞ്ചാബ് ആകട്ടെ, അപ്പോൾ കേരളത്തിൽ വരുമ്പോഴും എല്ലാവരും എൻ്റെ അമ്മൂമ്മ ഫ്രണ്ട്സും എന്നോട് പറയുമായിരുന്നു, ഇത് എന്നാ വേഷം ആൻറ്റി, ഇത് എന്നതാണ്ടി, നിൻ്റെ ഇത് മുടി എന്നതാണ്ടി, ചെമ്പ് നിറത്തിൻ്റെ മുടി, നീ എന്താണ്ടി ഇങ്ങനെ ഈ ഷോൾ ഇട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പറയും ഞാൻ ചുരിദാറും ഇടും, ഞാൻ സാരിയും ഇടും, പിന്നെ ഞാൻ മോഡേൺ ഡ്രസ്സും ഇടും. ഉടുപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യണം. എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയണം എവിടെ എന്ത് ഉടുപ്പിടണം. യു കാൺ ബി ഡ്രസ്സിങ് അപ്പ് ഇൻ എ ഷോർട്ട് സ്കേർട്ട് ഗോയിങ് ടു എ ഫ്യൂണറൽ ലൈക്ക് ദേ സേ, അതൊന്നും വേണ്ട. പക്ഷേ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാനിടും, എല്ലാ ഡ്രസ്സും ഞാനിടും. ഐ ഡോണ്ട് തിങ്ക് സോ നമുക്ക് ആരെയും ഫുഡ് കഴിക്കണം, ആഹാരം കഴിക്കണം, ഉടുപ്പിടണം നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തത്. എൻ്റെ മമ്മി അല്ലെങ്കിൽ സപ്പോർട്ടീവായിരുന്നു. മമ്മി എപ്പോഴും പറയും ഇപ്പം നീ യങ്ങാണ്, അപ്പോൾ നിനക്കിഷ്ടമുള്ള ഉടുപ്പ് ഇട്. പിന്നെ നമ്മൾ മേ ബി വണ്ണം വെക്കും, നമുക്കറിയത്തില്ല, എങ്ങനെ വയസ്സ് വരുമ്പോൾ നമുക്കൊന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഐ തിങ്ക് ഇപ്പോഴത്തെ ജനറേഷൻ, പണ്ടത്തെ ജനറേഷൻ ആൾക്കാർ കുറേ ഓർക്കുമായിരുന്നു എനിക്കിങ്ങനെ ഇത് ഇടണം അതിടണം, പക്ഷേ ഫാമിലി അലൗ ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ഐ തിങ്ക് ഇച്ചിരി കൂടി പ്രോഗ്രസീവായി. അതുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഡ്രസ്സിങ് ആൻഡ് ഫുഡ് യു ഷുഡ് wear and eat the way you want. I believe in that. Okay. ജിസേൽ മാരീഡ് ആണോ?
അയ്യോ അല്ല, അല്ല ചോദിച്ചു. നെവർ ബീൻ മാരീഡ്. ഓക്കെ. ജിസേലിന് പ്രണയമുണ്ടോ? ഇപ്പം പ്രണയം ഉണ്ടായിരുന്നു ആദ്യം, പക്ഷേ അല്ല ഇപ്പം പ്രണയമൊന്നും ഇല്ല. ഇപ്പൊ മാരീഡ് അടുത്തെങ്ങാനും ഉണ്ടാവും, അതോ ജിസേലിൻ്റെതായിട്ട് ജിസേലിന് കുറേ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് മാരീഡ് ഉള്ളോ? ഓണസ്റ്റ്ലി ഞാൻ ഓർക്കുന്നു, ഞാൻ എൻ്റെ ഈ ലൈക്ക് ഐ തിങ്ക് ഈ ഏജിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ഓർത്ത് പോലെ ചെയ്തിട്ടുണ്ട്. എനിക്ക് മോഡലിംഗ് ചെയ്യാമായിരുന്നു, ആക്ടിങ് ചെയ്യാമായിരുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതെൻ്റെ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. സോ ഐ തിങ്ക് ഐ ഹവ് ഡൺ എവറിത്തിങ് ദാറ്റ് ഐ വാണ്ടഡ്. നൗ ഐ എം വെരി കണ്ടൻറ്റ്. ഞാനൊരു സാറ്റിസ്ഫൈഡ് ലൈഫാണ് ചെയ്യുന്നത്. എങ്ങനെയില്ല, ആദ്യം ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു, ഇത് വേണം അത് വേണം അങ്ങനെ ചെയ്യണം. പക്ഷെ ഇപ്പം ഞാനൊരു കണ്ടൻറ്റ് ലൈഫാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പം പക്ഷേ ഇങ്ങനെ മാരേജൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ല. അത് എൻ്റെ ലൈഫിലുണ്ടായ ഇങ്ങനെ ഉണ്ടാവും, അതെനിക്കറിയാം. ബിക്കോസ് ഐ ആം വെരി ലൈക്ക് ഐ ഡോണ്ട് പ്ലാൻ തിങ്സ്. ഞാൻ പ്ലാനിങ് ചെയ്തിട്ടില്ല ലൈഫിൽ. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ചെയ്യും, അങ്ങനെയാണ്. അങ്ങനെ ഒരു ചിന്തയുള്ളൂ ഇപ്പൊ തൽക്കാലം? പ്രത്യേകിച്ച് ചിന്തകളൊന്നും ഇല്ല. ചിന്ത അങ്ങനെ ഞാൻ ഓർക്കത്തില്ല. ഐ ഗോ വിത്ത് ദ ഫ്ലോ. ആൻഡ് ഐ തിങ്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ ഗോഡിന്റെ ഡിസിഷനാണ്, അപ്പോൾ അത് ചെയ്യും. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് ജിസേലുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് ജിസേൽ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് ഒരു ന്യൂസ് വന്നിരുന്നു. അതിനെക്കുറിച്ച് ജിസേലിന് എന്താ പറയാനുള്ളത്? അല്ല, അത് ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, വെരി ഗുഡ് ഫ്രണ്ട്സ്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇവിടെ കുറേ ക്രിക്കറ്റേഴ്സ് ഉണ്ടായിരുന്നു, മോഡൽസ് ഉണ്ടായിരുന്നു. വി യൂസ് ടു ഓൾ ചിൽ ബിക്കോസ് ഐ യൂസ് ടു ലിവ് ഇൻ ബാൻഡ്ര. അങ്ങനെ ഒരു അതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഇനി ആൾക്കാർ പറയുന്നു അങ്ങ് എന്തൊക്കെയോ അല്ലേ. ഞങ്ങൾക്ക് വി വർ വെരി ഗുഡ് ഫ്രണ്ട്സ്, ലൈക്ക് വെരി ഗുഡ് ഫ്രണ്ട്സ്. അങ്ങനെയായിരുന്നു. ലക്ഷ്മി റായ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു അല്ലേ? സ്റ്റോറി, ഇൻസ്റ്റാഗ്രാം റീൽസ്, സ്റ്റോറീസ് ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊന്ന് പറയുമോ? അപ്പം ഞാൻ ബോംബെയിൽ വന്നപ്പോൾ ലക്ഷ്മി ആയിരുന്നു ഏറ്റവും ഫസ്റ്റ് എൻ്റെ ഫ്രണ്ട്. ബിക്കോസ് അവളായിരുന്നെങ്കിൽ ആ നേരത്ത് കേരളത്തിലെ ഒരു വലിയ ആക്ട്രസ് ആയിരുന്നു. അപ്പോൾ അവൾ എന്നെ കൊണ്ടുപോകുമായിരുന്നു, ഷൂട്ടിലൊക്കെ പഠിപ്പിക്കുമായിരുന്നു ഈ മേക്കപ്പ് ഇങ്ങനെ ചെയ്യണം. ഞാനപ്പോൾ കൊച്ചായിരുന്നു, അപ്പോൾ അവൾ എനിക്കൊരു വലിയ സിസ്റ്ററുടെ പോലെ ആയിരുന്നു. അപ്പോൾ എല്ലാം അവൾ എന്നെ ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു, ഇതിൻ്റെ ഷൂട്ടിങ്ങിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനെ ചെയ്യണം. അപ്പോൾ ലക്ഷ്മിയുടെ ആയിട്ട് ഒരു നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് ഞങ്ങളിപ്പം ഐ തിങ്ക് ഒരു 10 years ആയിട്ട് ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരു നല്ല ബോണ്ടിങ് ആണ്. അപ്പോൾ അത് ദേ സേ യുവർ day one. So she's my day one, and till now we are best friends, and our friendship continue ചെയ്യും. ദുഃഖമാകട്ടെ സുഖമാകട്ടെ we are there for each other. So അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പാണ്. ജിസേലിൻ്റെ അച്ഛനെ പറ്റി ജിസേൽ പറയാമോ? എൻ്റെ അച്ഛൻ പഞ്ചാബിയായിരുന്നു, മിസ്റ്റർ പഞ്ചാബായിരുന്നു. ഞാൻ ഈ കാര്യം ബിഗ് ബോസിൽ ഒരിടത്ത് ടാസ്കിലും പറഞ്ഞിരുന്നു. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, 6'2", 6'3", നല്ല വെള്ള നിറം, പിന്നെ നല്ല ഹാൻസം ആയിരുന്നു ഡാഡി. പിന്നെ ഓൾസോ വെരി ലൈക്ക് കറേജിയസ് ആയിരുന്നു, ലൈക്ക് വെച്ചാൽ ഫുൾ ലൈക്ക് ഇങ്ങനെ. അപ്പോൾ മമ്മിക്കും ഡാഡിക്കും ഇഷ്ടമായി. ഞാൻ എൻ്റെ മമ്മിയുടെ കാട്ടിന് കൂടുതൽ കാണാൻ. ഡാഡിയുടെ ഹൈറ്റ് ഉണ്ട്, പക്ഷേ മമ്മിയുടെ ചുണ്ട് മമ്മിയുടെ പോലെയാണ് ഇച്ചിരി കൂടി കൂടുതൽ. പക്ഷേ ഡാഡിയുടെ ചില അതുണ്ട്. അപ്പോൾ മിക്സാണ് ലുക്ക് വൈസ്. പക്ഷേ ഡാഡിക്ക് ഒരു ദുഃഖമുണ്ടായിരുന്നു വെച്ചാൽ ഡാഡിയുടെ ഫാമിലി മമ്മിയെ എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ മനസ്സിൽ അതിൻ്റെ ഒരു കുറേ ദുഃഖമുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഡാഡിയുടെ അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ എന്തോ നുണ പറഞ്ഞിട്ട് സൈൻ ചെയ്യിപ്പിച്ച്, ലൈക്ക് ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് മൈ അവരുടെ ഇങ്ങനെ വില്ലായിട്ട് എഴുതിയിട്ട് എനിക്ക് ഡാഡി ആയിരുന്നു എല്ലാ അച്ഛൻ്റെ ബിസിനസ് ഹാൻഡിൽ ചെയ്ത് എല്ലാം ഉണ്ടാക്കിയത്. പിന്നെ ചെയ്ത് എനിക്ക് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇതിൻ്റെ അകത്ത്, ഞാനെല്ലാം ക്വിറ്റ് ചെയ്യുവാണ് അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് ഡാഡിക്ക് കുറേ പ്രയാസമുണ്ടായിരുന്നു. ആൻഡ് ഹി പാസ്ഡ് അവേ വെൻ ഹി വാസ് ജസ്റ്റ് 33, 34. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, വിച്ച് വാസ് വെരി ഷോക്കിംഗ് ആയിരുന്നു. ബിക്കോസ് ഹി യൂസ് ടു വർക്ക് ഔട്ട് ചെയ്യുമായിരുന്നു, നല്ലപോലെ ഫുഡിന് നോക്കുമായിരുന്നു, ലൈക്ക് വെരി ആക്റ്റീവ് പേഴ്സൺ. But this was a very big shock for all of us. Yeah. ജിസേലിൻ്റെ അമ്മ വീട് ആലപ്പുഴയാണെന്ന് പറഞ്ഞു. ജിസേലിന് സ്വന്തമായിട്ട് കേരളത്തിൽ വീടുണ്ടോ? ആലപ്പുഴയിലോ വേറെ എവിടെയെങ്കിലും? സോ അമ്മയുടെ വീട് ഞാൻ റെനോവേഷൻ ചെയ്തിട്ട് ഞാൻ മൊത്തം പുതിയതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീട് മമ്മിയുടെ ആണ്, പക്ഷേ എൻ്റെയുമാണ്. പിന്നെ ഞങ്ങൾ ഓർക്കുമായിരുന്നു കൊച്ചിയിലൊരു ഫ്ലാറ്റ് മേടിക്കാൻ. മമ്മി പറയുമായിരുന്നു ഇപ്പം വല്യമ്മ ജീവിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് കൊച്ചിനൊരു ഫ്ലാറ്റ് മേടിക്കാം. അല്ലെങ്കിൽ ബോംബെയിലും ദുബായിലൊക്കെ എനിക്ക് ഫ്ലാറ്റ് ഉണ്ട്. കേരളത്തിൽ ഒരു കേരളത്തിൽ വീടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതുവരെ ഇങ്ങനെ ഓർത്തില്ല. എന്ന് വെച്ചാൽ
ഒരു വലിയ വീടുണ്ട്. വലിയെന്ന് വെച്ചാൽ കുറേ സ്ഥലമുണ്ട്, ഉണ്ട്. അതിനകത്ത് കുറേ മരങ്ങളിലുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഇതുവരെ ഓർത്തില്ല. എന്ന് വെച്ചാൽ ആ വീട് മതിയല്ലോ, ഞങ്ങൾ 2-3 ആൾക്കാർക്ക് അതൊക്കെ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പട്ടികളുണ്ടായിരുന്നു, കുറേ മരങ്ങൾ, ഇങ്ങനെ ഞങ്ങൾ ജീവിച്ചു പോയിരുന്നു. ബീച്ചിൻ്റെ അവിടെ ആയിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഒരു നല്ല വീടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓർത്തില്ല. വീടാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എന്ന് വെച്ചാൽ ഫ്ലാറ്റിൽ ഞങ്ങൾ എല്ലാവരും ബോംബെയിൽ താമസിക്കുന്നുണ്ട്. ദുബൈയിലും ഫ്ലാറ്റായിരുന്നു. അപ്പോൾ നല്ലതായിരുന്നു. വീടായിരുന്നൊരു മിറ്റം വേണം, ഓടി കളിക്കാനൊക്കെ പട്ടികളുടെ കൂടെ ഒക്കെ നല്ല രസമാണ്. ഇപ്പം ഉണ്ട് വീട്, പട്ടികളുടെ കൂടെ. എൻ്റെ പട്ടികളുടെ കൂടെ ഞാൻ കുറെ കളിക്കും. 3 പട്ടികളുണ്ട്. പേരെന്ന് പറയുമ്പോ ഓഷീൻ, നോവ, ഹിബിക്കി. ഇതെല്ലാം പേരല്ല ജാപ്പനീസ് പേരാണ്, പക്ഷെ നാടൻ തന്നെയാണ് അവരും. നാടൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു ഡോബർമാൻ ആണ്, ഒരു ലാബ്രഡോറുണ്ട്, ഒരു ജാക്ക് റസലുണ്ട്. ഈ 3 പേരാണ് എൻ്റെ ജീവൻ. എൻ്റെ സഹോദരൻ, സഹോദരി, പിന്നെ എൻ്റെ ആങ്ങള, അല്ലെങ്കിൽ ഇവരാണ് എൻ്റെ സിബ്ലിങ്സ്. അതുപോലെ ഡ്രസ്സിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞില്ല മുന്നേ. അതുപോലെ നമ്മുടെ ഡ്രസ്സ്, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് കണ്ടിട്ട് അല്ലെ നമ്മളുടെ വസ്ത്രധാരണം കണ്ട് ഇനി വരുന്ന തലമുറകളും ഇപ്പോൾ ഉള്ള കുട്ടികളും ഒക്കെ അങ്ങനെ ആയിത്തീരും, അങ്ങനെ മാറും എന്ന് പറയുന്നത് ജിസേൻ എന്താ പറയാനുള്ളത്? അത് വെറും ഒരു ചിന്താഗതി, അതൊരു കൊള്ളത്തില്ലാത്ത ചിന്താഗതി. അതെൻ്റെ അമ്മൂമ്മമാർ ഫ്രണ്ടും അഗ്രി ചെയ്യത്തില്ല. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് അമ്മൂമ്മമാർ അവർ ഇങ്ങനെ ഈ ഒരു ബാഡി ഇട്ടിട്ട് ഒരു ഈ തോർത്തിട്ടിട്ട് ഇത്ര ചെറിയൊരു മുണ്ടെടുത്തിരിക്കും. അത് ഞാൻ ഓർക്കും അതൊരു സെക്സി ഔട്ട്ഫിറ്റ് അല്ലേ, അതെങ്ങനെ ശരിയാണ്? അപ്പോൾ പിന്നെ ഞാനൊരു ചെറിയ സ്കേർട്ട് ഇട്ടാൽ അത് റോങ് ആവും. അത് ഈ പറയണ പോലെ ലൈക്ക് കണ്ണിൻ്റെ കുരു എന്തോ ഇങ്ങനെയൊന്നില്ലേ, കാണുന്ന ആൾക്കാരുടെ കണ്ണിലാണ് കുരു. സോ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഔട്ട്ഫിറ്റ് നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങൾ ഉടുക്ക്, ഫുഡ് നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങൾ കഴിക്കുക. അങ്ങനെ ജീവിതം വേണം. നമ്മൾ ആരെ ഇമ്പ്രസ് ചെയ്യാനല്ല നമ്മൾ ജീവിക്കണേ. അപ്പോൾ ഇഷ്ടമുള്ള സാധനം കൊടുക്കുക. ചിലപ്പം നമ്മൾ സാരി ഇട്ടാലും അത് കുറേ സെക്സി ആയിട്ട് തോന്നും, ഇത് കാണും ലൈക്ക് ഇറ്റ് ഓൾ ഡിപ്പെൻസ്. അങ്ങനെ ഇടണ്ട, ഇങ്ങനെ ഇടാൻ സാരി. പക്ഷേ എല്ലാ ഔട്ട്ഫിറ്റ്സ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർത്താൽ ഇത് സെക്സി ആണെങ്കിൽ സെക്സി ആയിട്ടിരിക്കും. നമ്മൾ ഒരു ജീൻസ് അല്ലെങ്കിൽ ടീഷർട്ട് ഇട്ടാലും അത് ചിലപ്പം കവറായിരിക്കും, പക്ഷേ ആൾക്കാർക്ക് മോഡേൺ ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ പണ്ടത്തെ പ്രോഗ്രസീവ് തോട്ട് അല്ല അത്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് സോ. ഐ റിയലി ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഐ ആം സംബഡി ഹു വെയർ ഓൾ കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ്സ് ആൻഡ് ഐ ലവ് വെയറിങ്. ട്രഡീഷണൽ ഔട്ട്ഫിറ്റും എനിക്ക് കൊടുക്കാൻ ഇഷ്ടമാണ്, വെസ്റ്റേണും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്തെങ്കിലും ഇടും നിങ്ങൾ. ഒരിക്കലും അപ്പൊ നമ്മളിടുന്ന ഡ്രസ്സ് ധാരണം കൊണ്ടൊന്നും കുട്ടികൾ വഴിതെറ്റി പോകും, അല്ലെങ്കിൽ അവർ ആ ഡ്രസ്സ് അത് കണ്ടിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ജിസേൽ പറയും. ഞാൻ എത്ര കുട്ടികളെ അറിയാം, സത്യം പറഞ്ഞാൽ ഫുൾ ഡ്രസ്സിങ് ചെയ്താലും വേറെ വഴികൾ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. യുവർ ക്യാരക്ടർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഹൗ യു ഡ്രസ് അപ്പ്. ഇറ്റ് ഈസ് എ റോങ് തിങ്. അങ്ങനെ പറഞ്ഞാൽ ഒബ്വിയസ്ലി എവിടെ എന്തിടണം അത് നിങ്ങൾക്കറിയണം. എന്ന് വെച്ചാൽ ഓഫീസിൽ പോയാൽ ഇത് എടുക്കണം, ബീച്ചിൽ പോയാൽ ഇത് എടുക്കണം, അല്ലെങ്കിൽ സേ ഇഫ് യു ഗോയിങ് ഫോർ എ ഹോളിഡേ ഹൗ യു ഹാവ് ടു ഡ്രസ് അപ്പ്. ഒരാൾ മരിപ്പിൽ പോകുമ്പോൾ എങ്ങനെ, അതൊക്കെ നിങ്ങൾക്ക് അറിയണം. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ ജസ്റ്റ് ബിക്കോസ് നിങ്ങളൊരു ഷോർട്ട് ഡ്രസ്സ് ഇടുവാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് ഓർക്കണ്ട. ദാറ്റ് ഈസ് വെരി ബാഡ്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആൾക്കാർ ചെയ്യണം, നമ്മളുടെ കൺട്രിയിൽ എസ്പെഷ്യലി. ബിക്കോസ് ഞാൻ കുറേ അങ്ങനത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ജഡ്ജ് ചെയ്യും. പിന്നെ ഞാൻ നോക്കുമ്പോൾ ചില ആൾക്കാർ ഫുള്ളി കവേർഡായിട്ട് കുറേ ക്യാരക്ടർലെസ് തിങ്സ് ചെയ്യുന്നുണ്ട്. സോ യുവർ ഡ്രസ് ഡസൻറ്റ് ഡിഫൈൻ യു, റൈറ്റ്? മോഡലിംഗ് ഫീൽഡിലൊക്കെ ആണല്ലോ, മോശമായ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? സോ മോഡലിംഗ് ഞാൻ ലൈക്ക് ഐ സെഡ് ഞാൻ ചെയ്തപ്പോൾ ഐ വാസ് വെരി യങ്. ആ നേരത്ത് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ യൂറോപ്പിൽ പോയപ്പോൾ എനിക്ക് ആദ്യം ഏജൻസീസ് നിങ്ങൾ ബുക്ക് ചെയ്യും. ഞാനിത് ഒരിടത്തും പറഞ്ഞായിരുന്നു. അപ്പോൾ ഓൾറെഡി എന്നെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ അഡ്വാൻസ് മേടിക്കുമ്പോൾ എനിക്ക് ജോണ്ടിസ് ആയിപ്പോയി. ജോണ്ടിസ് ആയപ്പോൾ ഒബ്വിയസ്ലി നമുക്കിങ്ങനെ മേലാതിരിക്കുമ്പോൾ നമുക്കറിയത്തില്ലല്ലോ, അത് പറഞ്ഞിട്ടല്ലല്ലോ വന്നത്. ജോണ്ടിസ് ആയപ്പോൾ അവരെന്നെ അലൗ ചെയ്തില്ല തിരിച്ചു വരാൻ. അവർ പറഞ്ഞു നീ ഓൾറെഡി അഡ്വാൻസ് എടുത്ത്, അപ്പോൾ ഇത് മൊത്തം കോൺട്രാക്റ്റ് ഓവർ ആകുമ്പോൾ നിനക്ക് പറ്റത്തുള്ളൂ. അങ്ങനെ അവർ 2 മാസം ഞാനൊരു റൂമിൽ ലോക്കായിരുന്നു. ശരിയായിട്ട് ജോലി കഴിഞ്ഞിട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ്.
പിന്നെ എനിക്കൊരു 1.5 മാസം എടുത്ത ജോണ്ടിഷ് മൊത്തം ശരിയാകാൻ, റിക്കവർ ആകാൻ. പിന്നെ എങ്ങനെയും എൻ്റെ മമ്മി എന്നെ കാശ്, പക്ഷേ ദാറ്റ് വാസ് വെരി സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഫോർ മീ ആൻഡ് ഫോർ മൈ മദർ ആസ് വെൽ. ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു കാര്യം പറയട്ടെ, നമ്മൾ ആസ് ഹ്യൂമൻസ് ഇങ്ങനെ കുറേ മോശം മോശം ആൾക്കാർ നമ്മൾ കാണും. പക്ഷേ അത് നമ്മൾ എങ്ങനെ അവരോട് തിരിച്ച് റിപ്ലൈ കൊടുക്കും, അത് മോശമായിട്ട് ആർക്കും നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളോട് സംസാരിക്കാൻ അത് ഒരു ഓൾവേസ് യു ഹാവ് ടു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരും വരത്തില്ല. ഐ ലോസ്റ്റ് മൈ ഡാഡ് വെരി യങ്. പക്ഷേ എല്ലാവർക്കും ഡാഡ് ഉണ്ട്, ബ്രദർ കാണും. പക്ഷേ അവർക്ക് എല്ലാ സ്ഥലത്തും നിങ്ങളെ വന്ന് സൂക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സൂക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയണം ആരോട് എങ്ങനെ സംസാരിക്കണം, എവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റേൺ ആയിട്ട് സ്റ്റാൻഡ് എടുക്കണം, എവിടെ എന്ത് പറയണം, ആർക്ക് എന്ത് അലൗ ചെയ്യണം. നോബഡി ഈസ് അലൗഡ് ടു ടോക്ക് ലൂസ്ലി ടു യു. സോ യു ഷുഡ് ഓൾവേസ് പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് ബൈ കീപ്പിംഗ് എ സ്റ്റാൻഡ്. ഞാൻ കുറേ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചു കൊടുക്കാൻ എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ അത് ട്രോമ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ അതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഇത്ര ലേൺ ചെയ്ത് ഇനി നമ്മൾ വരുന്ന ജനറേഷന് നമുക്കെല്ലാം പഠിപ്പിക്കുക. ബിക്കോസ് ഇത്ര എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ നമുക്ക് പഠിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? അതുകൊണ്ട് വളർന്നത് 2 മലയാളി അമ്മമാർക്കാണ്. ഞാൻ ഒരു പാട്ട് മൂളിപ്പാട്ട് പോലെ പാടാം. മൂളിപ്പാട്ട് നമുക്ക് മനസ്സിലാവും. മൂളിപ്പാട്ട് അറിയാം, അത് പാടാം. ജിസേലിന് മനസ്സിലാവും നോക്കാം. എന്റെയൊക്കെ ചെറുതിലെ എന്റെ അമ്മയുടെ അമ്മ ജിസേലിനെ വളർത്തിയ പോലെ എന്റെ അമ്മയുടെ അമ്മ എന്നെ വളർത്തി. അപ്പൊ എനിക്ക് ഇങ്ങനെ പാടി തരുവായിരുന്നു പാട്ട്. ഞാൻ ജിസേലിന് മൂളിപ്പാട്ടായിട്ട് പാടും. എനിക്ക് വലുതായിട്ട് പാടാൻ ഇതാ വാവക്കുട്ടിയുടെ പാട്ടല്ലേ, കുഞ്ഞുങ്ങളുടെ വാവക്കുട്ടി അല്ലേ? അതെനിക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്കറിയാം. ഒന്ന് പാടപ്പോ ഞാനും പാടാത്തു കൂടെ. അറിയാം എനിക്ക് ഈ പാട്ട്. പാടാൻ എൻ്റെ എത്രയോ എൻ്റെ. ഓക്കെ. ഓമന തിങ്കൾ കിനാവോ നല്ല ഇപ്പൊ കേൾക്കുന്നുണ്ട്. എനിക്കറിയാം, അമ്മൂമ്മ പാടുമായിരുന്നു എനിക്ക്. ഈ പാട്ടറിയാം. മഞ്ഞക്കിളിയോട് മൂളിപ്പാട്ടുണ്ടേ മനസ്സിലായി. പിന്നെ എനിക്ക് ആ പാട്ട് നല്ല ഇഷ്ടമാണ്. എടി കരുത്ത് പെണ്ണെ നിന്നെ കാണാനിട്ട്. എനിക്ക് നല്ലപോലെ അറിയത്തില്ല, പക്ഷെ ഇതൊക്കെ എൻ്റെ കൊച്ചിലെ പാട്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ഒരു മുറ വന്ന് പാത്തായ. അതെനിക്ക് നല്ല ഫേവറേറ്റ് ആണ്. പിന്നെ ഇത് അമ്പലം കുമ്പലം പി പി ലാ ലാ ലാ. പക്ഷേ ഇത് പാട്ടല്ല, പക്ഷെ ഇത് എന്തോ എൻ്റെ പാട്ടാണ്. അയ്യോ ഓക്കെ, മനസ്സിലായി. ടങ് ട്വിസ്റ്റ് അല്ലേ? ആന അലറോട് അല്ലറ്, ആന അലറോട് അല്ലറ്, ആന അലറോട് അല്ലറ്, ആന അലറോട് അല്ലറ്, ആന അലറോട് അല്ലറ്. നോട്ട് ബാഡ്. ഒന്നുകൂടി. ആന അലറോട് അല്ലറ്. ഒരെണ്ണം കൂടി. ഓക്കെ. സന്ധ്യയ്ക്ക് കുന്തി ദേവി കിണ്ടി ഇത് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഇത് എന്തോ ആയിപ്പോയി. സന്ധ്യയ്ക്ക് കുന്തി ദേവി കിണ്ടി കഴിവാൻ കുണ്ടിലിറങ്ങിയപ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഒന്ന് സ്പീഡിൽ പറയോ, ഒറ്റ വണ്ണം പറഞ്ഞാൽ മതി. സന്ധ്യക്ക് കുന്തി ദേവി കിണ്ടി എടുക്കാൻ കുണ്ടിയിൽ പോയപ്പോൾ കുണ്ടിയിൽ എന്ത് എനിക്കറിയത്തില്ല. പറഞ്ഞായിരുന്നു അവിടെ, എനിക്കറിയാം. സന്ധ്യക്ക് കുന്തി ദേവി കിണ്ടി കഴുകാൻ കുണ്ടിലിറങ്ങിയപ്പോ കിണ്ടി ഉരുണ്ട് കുണ്ടിയിൽ വീണ്. സന്ധ്യക്ക് കുന്തി ദേവി കുണ്ടി കഴുകാൻ കണ്ടി എടുത്ത് കിണ്ടി വീണെന്നോ ശ്രമിക്കുന്നുണ്ട്.
ഇപ്പൊ മലയാളം സംസാരിക്കാൻ അത് അറിയാത്തോണ്ടാണ് ഇത് പറയാൻ പാട്. പക്ഷെ മലയാളം നല്ലപോലെ ട്രൈ ചെയ്യുന്നുണ്ട്. ശ്രമിക്കുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. താങ്ക് യു. ശരി, വലിയ ബാഗൊക്കെ ആയിട്ടല്ലേ ഇതിനകത്ത് എന്തൊക്കെയാണല്ലേ? ഇതിനകത്ത് ഞാൻ എപ്പോഴും ഒരു വലിയ ബാഗ് വെക്കും. മീൻസ് എൻ്റെ എല്ലാ ലൈഫ് എൻ്റെ ബാഗിലാണ്. അതിൻ്റെ അകത്തൊരു കൊച്ചു ബാഗുണ്ട്, ഈ ബാഗുണ്ട്. പിന്നെ ഒരു ബ്രഷ് ഉണ്ട്, ഹെയർ ബ്രഷ്. ഇതൊരു കാശിൻ്റെ ബാഗുണ്ട്, ലൈക്ക് വാലറ്റ് എല്ലാം അതിൻ്റെ അകത്താണ്. ചാർജറുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എൻ്റെ ഇച്ചിരി മേക്കപ്പ് ഉണ്ട്, ലൈക്ക് ഐവ് ഗോട്ട് മൈ ലിപ്സ്റ്റിക്, കോമ്പാക്ട്, പിന്നെ ഗംസ് ഉണ്ട്. ഐവ് ഗോട്ട് ഗം. ഹെയർ ബാൻഡ്സ് ഉണ്ട്. പെർഫ്യൂം ഉണ്ട്. ആൻഡ് ഐവ് ഗോട്ട് കൺസീലർ. പിന്നെ ഒരു ബാൻഡ് കൂടി. പിന്നെ എൻ്റെ ലെൻസിൻ്റെ ബോക്സ് ഉണ്ട്. ദിസ് ഇസ് മൈ ലെൻസ് ബാഗ്. ഐ ഓൾവേസ് കീപ് ദിസ് വിത്ത് മീ. ലിപ്സ്. പിന്നെ ഇതൊരു ബ്ലഷ്, ഐ തിങ്ക്. പിന്നെ എൻ്റെ ഈ ടിക്കറ്റ് ഇരിപ്പുണ്ട്, പഴയ ടിക്കറ്റ്. അതെപ്പോഴും എൻ്റെ ബാഗിൽ ഇരിക്കും. അത്ര മാത്രമല്ല, അതെന്ന് വെച്ചാൽ മേക്കപ്പ് അല്ല, മാത്രമല്ല മേക്കപ്പ് ഉണ്ട്, ഹെയർ ബാൻഡ് ഉണ്ട്, ഹെയർ ബ്രഷ് ഉണ്ട്, ടൂത്ത് ലൈക്ക് ഇതുണ്ട്, ഗമ്മുണ്ട്. പിന്നെ ഇങ്ങനെ മേക്കപ്പ് വേണം, പക്ഷെ എപ്പോഴും സുന്ദരി ആയിട്ടിരിക്കണം. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇച്ചിരി കാശ്, അത്ര ക്യാഷ് വെക്കത്തില്ല, കീസ് വെക്കും, ഹോം കീസ് ഒക്കെ, അതൊക്കെ ഉണ്ട്. അങ്ങനെ. അപ്പോൾ ജിസേൽ, ഒരുപാട് താങ്ക്സ്, നന്ദി. താങ്ക് യു ടു യു ടു. ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ വന്ന് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിനും ജിസേലിന്റെ ആഗ്രഹം പോലെ വലിയ വലിയ ഉയരങ്ങളിൽ ഇനി എത്തട്ടെ. കേരളത്തിലൊരു വലിയ ഫ്ലാറ്റ് വാങ്ങാൻ സാധിക്കട്ടെ. മലയാള സിനിമയിൽ വലിയൊരു നടിയായിട്ട് ഉയർന്നു വരട്ടെ. ഞങ്ങൾക്കും കാണാൻ കഴിയട്ടെ. ഇനി മലയാളികളുടെയൊക്കെ സ്നേഹം എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ഇത് നിങ്ങളോട് സംസാരിച്ചൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നിങ്ങളുടെ മനസ്സ് നല്ലതാണെന്ന് എനിക്ക് പറയാം ഇപ്പം നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ചിട്ട്. സോ താങ്ക് യു ഫോർ ഹാവിങ് മീ.